പക്ഷേ അതിൻ്റെ കാര്യത്തിൽ അവരുടെ ഒരു കൂട്ടുകെട്ടിൻ്റെയാണ് എന്താ പറയുന്നത്, ഇവരൊന്നും അത്ര മച്യൂറായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരല്ല. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. പക്ഷേ അതിൻ്റെ കാര്യത്തിൽ ഷൈൻ പിന്നീട് വീണ്ടും ഇത്തരത്തിലേക്ക് വീണ്ടും അതിലേക്ക് പെട്ടുപോവുകയൊക്കെ ചെയ്തു. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. അണ്ടർവെയറിന് കടുങ്കെട്ട് വീണതുപോലെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. സ്വയം വരുത്തി വെച്ചല്ലേ. കഴിഞ്ഞ ദിവസം ഷൈൻ എൻ്റെയും ഞങ്ങളുടെ ഓഫീസിലേക്ക് ഷൈനും അമ്മയും വന്നിട്ട്, അമ്മയും അച്ഛനും അദ്ദേഹത്തിൻ്റെ അനിയനും വന്നു. അവിടെ വെച്ച് അദ്ദേഹം നമ്മുടെ മുമ്പിൽ കൺഫസ് ചെയ്തു, ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? പുള്ളിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ കുഞ്ഞപ്പ മാമ. ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, ഞാൻ അഡിക്റ്റാണ്. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. എനിക്കൊന്ന് തിരിച്ചു വരാൻ ഒരവസരം, അയാൾ എൻ്റെ മുമ്പിൽ കരഞ്ഞെന്ന് ചോദിച്ചു, എനിക്കൊരവസരം കൂടി തരുമോ എന്ന് ചോദിച്ചു. എന്നെ ഒന്ന് കടാക്ഷിക്കണം. വരാൻ ഒരവസരം, അയാൾ എൻ്റെ മുമ്പിൽ കരഞ്ഞെന്ന് ചോദിച്ചു, എനിക്കൊരവസരം കൂടി തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഒരവസരം ഞാൻ അന്ന് തന്നതാണ്. ഫസ്റ്റ് നിന്നെ കണ്ടപ്പോഴേ ഞാൻ ലാസ്റ്റ് വാണിംഗ് തന്നാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. ഒരവസരം കൂടി തരാൻ ഞങ്ങൾക്ക് മടിയില്ല. പക്ഷേ നീ തന്നെ വിചാരിച്ചാൽ അത് സംഭവിക്കുന്ന ഒരു ഘട്ടം കഴിഞ്ഞു പോയിരിക്കുന്നു. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക്, ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് അയാളെ പോകാനായിട്ടുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തു. ഭഗവാനെ, ഇനി നീ നന്നാവും, നോക്കിക്കോ. അതെ അമ്മേ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഇനി അങ്ങോട്ട് ഞാൻ നന്നാവുമെന്ന്.